അച്ഛൻ്റെ മടക്കയാത്ര. സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. പറമ്പിലെ കുറ്റിക്കാടുകളിൽ നിന്ന് തവളകളുടെ ശബ്ദം കേൾക്കാം. വിട്ടുതരില്ല എന്ന് വാശി പിടിക്കുന്നതുപോലെ ചീവീടുകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. ഇതിനിടയിലൂടെ അമ്മൂമ്മയുടെ വിറയ്ക്കുന്ന ശബ്ദം ഉയർന്നു. മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനായില്ലേ? നോക്കി നിൽക്കെ ഇരുട്ട് വന്നു. വെളിച്ചത്തെ വിഴുങ്ങിയല്ലോ. അങ്ങകലെ ഇരുട്ടിനെ കീറി മുറിച്ച് ചൂട്ടിൻ്റെ വെട്ടം കണ്ടു തുടങ്ങി. അച്ഛൻ ചൂട്ടി വീശി വീശി പതുക്കെ പടിവാതിൽക്കലെത്തി. അത് കെടുത്തി നാളത്തേക്ക് വേണ്ടി ഭദ്രമായി വെച്ചു. ഞാൻ ഓടിച്ചെന്ന് കിണ്ടിയും വെള്ളവും അച്ഛന് നീട്ടി. എൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി അച്ഛൻ പതിവ് പോലെ കൈകാലുകൾ കഴുകി അകത്തേക്ക് കയറി. ഒപ്പം അച്ഛൻ ചുമക്കുന്നുണ്ടായിരുന്നു. അതിരാവിലെ വെളുക്കുന്നതിന് മുമ്പേ പോകുന്ന അച്ഛനെ പിന്നെ കാണുന്നത് ഇതുപോലെ ഇരുട്ട് മൂടുമ്പോഴാണ്. അമ്മ കപ്പയും ചായയുമായി വന്ന അച്ഛനെ അരികിലിരുന്നു. അല്പനേരം അവർ വിശേഷങ്ങൾ പങ്കുവച്ചു. മകൻ്റെ വർത്തമാനങ്ങൾ കേട്ട് അമ്മൂമ്മ പല്ലില്ലാതെ മോണ കാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് അച്ഛൻ കിടക്കാൻ പോയി. ക്ഷീണം കൊണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ മയങ്ങി. ഞങ്ങളും ഉറങ്ങാൻ കിടന്നു. നേരം പതുക്കെ പരപരാ വെളുത്തു തുടങ്ങി. പക്ഷേ അച്ഛൻ മാത്രം എന്തോ ഇന്നും അനങ്ങാതെ കിടക്കുന്നത്. അമ്മ അടുത്ത് ചെന്ന് അച്ഛനെ വിളിച്ചു. വീണ്ടും വീണ്ടും വിളിച്ചു. പ്രതികരണമൊന്നുമില്ല. അന്നും എന്നും നേരം പുലരുമ്പോൾ ഉറങ്ങുന്ന അച്ഛനെ അന്ന് കുറേ പേർ ചേർന്ന് എടുത്തു നടന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ ഉച്ചത്തിലുള്ള കരച്ചിൽ മുഴങ്ങി.